Good morning. We are studying about geothermal resources. അതിൽ hydrothermal resources പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And in the previous class, we studied about vapor dominator system. And in this class, we are studying about liquid dominator system. You know what is vapor dominator system and you know what is liquid dominator system. അപ്പോൾ എന്താണ്? ആദ്യം ജിയോതെർമൽ റിസോഴ്സസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നും കൂടി പറയുന്നു. പോറസ് റോക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഹോട്ട് വാട്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ മേ ബി സ്റ്റീം മേ ബി ദർ. അപ്പോൾ ആ പോറസ് റോക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണെങ്കിൽ വേപ്പറാണ് അല്ലെങ്കിൽ സ്റ്റീം ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വേപ്പർ ഡോമിനേറ്റർ സിസ്റ്റം എന്ന് പറയുക. ആൻഡ് ലിക്വിഡ് ഈസ് ഡോമിനേറ്റിംഗ് ദർ, ദെൻ വി ക്യാൻ സേ ദാറ്റ് ഈസ് ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ലിക്വിഡ് ഡോമിനേറ്ററിനെ നമുക്ക് വെറ്റ് സ്റ്റീം സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ വെറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് ഇല്ലെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? ഡ്രൈ എന്നും പറയാം. ആൻഡ് വി സ്റ്റഡിഡ് അബൌട്ട് ദാറ്റ് ഡ്രൈ സ്റ്റീം ഓർ വേപ്പർ ഡോമിനേറ്റർ സിസ്റ്റം ഇൻ ദ പ്രീവിയസ് ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഈ പ്രഷർ കുക്കറിൻ്റെ കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറഞ്ഞ വേപ്പർ ഡോമിനേറ്റർ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 to 8 അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റം ഈ പോറസ് റോക്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ കൂടുതലാണ്. സംടൈംസ് ഇറ്റ് മേ ബി അറൌണ്ട് 50 അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിൻ്റെ 50 ഇരട്ടി. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞിരുന്നത്? അത്ര ഹയർ പ്രഷറിൽ 100 ഡിഗ്രി സെൽഷ്യസിലല്ല, ചിലപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിലോ 300 ഡിഗ്രി സെൽഷ്യസിലോ പോലും ആ ടെമ്പറേച്ചറിൽ പോലും എന്ത് സംഭവിക്കില്ല? വാട്ടർ എന്തായിക്കോണമെന്നില്ല, സ്റ്റീം ആയിക്കോണമെന്നില്ല. വാട്ടറായിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നെയിംഡ് as liquid dominator system. Here the pressure of reservoir is somewhat higher and that may be around 50 atmosphere. അപ്പോൾ ഇത്രയും 50 അറ്റ്മോസ്ഫിയർ ഉള്ളപ്പോൾ സ്വാഭാവികമായും ഇത്രയും ഹയർ പ്രഷർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അതിൻ്റെ ഉള്ളിൽ സ്റ്റീമായിട്ടല്ല നിൽക്കുക, എന്തായിട്ടാണ്? ലിക്വിഡായിട്ടാണ് വാട്ടർ അവിടെ നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത്? ലിക്വിഡ് ഡോമിനേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് ഡോമിനേറ്റഡ് സിസ്റ്റത്തിനെ തന്നെ അഗൈൻ വി ആർ സബ് ഡിവൈഡിങ് ദിസ് ലിക്വിഡ് ഡോമിനേറ്റഡ് സിസ്റ്റം ഇൻ ടു. വൺ ഈസ് ഹൈ ടെമ്പറേച്ചർ സിസ്റ്റം ആൻഡ് അനദർ വൺ ഈസ് ലോ ടെമ്പറേച്ചർ സിസ്റ്റം. അത് നമുക്കൊന്ന് പഠിക്കാം. സ്റ്റാർട്ടിങ് നമുക്ക് ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റം എന്ന് പറയാം. ഈ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒന്നെന്ന് പറയുന്ന ടെമ്പറേച്ചർ വിൽ ബി വെരി മച്ച് ഹയർ. So that will be, the temperature will be more than 170 degrees Celsius. നമുക്കതിനെപ്പറ്റി ഒന്ന് പറയാം. Here the pressure at reservoir is much higher, that is around 50 atmosphere. അപ്പോൾ എന്താണ്? Source is at very high pressure. Then what will be happen? The water will be, or the fluid inside that rock will be in liquid state. പിന്നെന്താ സംഭവിക്കുക? നമ്മൾ അതിലേക്ക് എന്താണ്, ആ റോക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കുഴി കുഴിച്ച്, അതായത് പ്രൊഡക്ഷൻ വെല്ല് കുഴിച്ച് വി ആർ കൺസ്ട്രക്റ്റിംഗ് എ പ്രൊഡക്ഷൻ വെൽ. ആ പ്രൊഡക്ഷൻ വെല്ല് ഉണ്ടാക്കി താഴെ എവിടെ എത്തുന്നു? ആ പോറസ് റോക്കിൽ തട്ടുന്നു. അപ്പോൾ പോറസ് റോക്കിൽ നിന്ന് മുകളിലേക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റീമോ അതല്ലെങ്കിൽ വാട്ടറോ എന്തായാലും വരി എന്തിൻ്റെ ഉള്ളിൽ കൂടിയായിരിക്കും? ഈ പറഞ്ഞ പ്രൊഡക്ഷൻ വെല്ലിൽ കൂടിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? പ്രൊഡക്ഷൻ വെല്ലിൽ കൂടി പോറസ് റോക്കിൽ നിന്ന് ഈ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റത്തിലുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് എത്തുന്നു. അപ്പോൾ പ്രശ്നം എന്താ? ഇൻസൈഡ് ദ പോറസ് റോക്ക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 50 അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷേ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അതല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിലേക്ക് എത്തുമ്പോഴോ അതിൻ്റെ പ്രഷർ എന്തായി? 1 അറ്റ്മോസ്ഫിയർ ആയി, അല്ലേ? അപ്പോൾ ഈ 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത് എന്തായി പോവും? സ്വാഭാവികമായിട്ടും എന്താകാം? പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഹയർ പ്രഷറിൽ ഇത്രയും ഹയർ ടെമ്പറേച്ചർ 170 ഡിഗ്രി സെൽഷ്യസിൽ പോലും സ്റ്റീമിൽ അല്ലെങ്കിൽ സ്റ്റീം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഗ്യാസസ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന വാട്ടർ എന്തായിട്ട് മാറാം? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാം. അതായത് പെട്ടെന്ന് അവിടേക്ക് എത്തുമ്പോൾ സംഭവിക്കുക എന്താ? ആ പറഞ്ഞ ഹോട്ട് വാട്ടർ, കുറച്ച് വാട്ടർ നേരെ എന്താവും? സ്റ്റീമായിട്ട് ബോയിൽ ചെയ്യുകയും ചെയ്യും, കുറച്ച് എണ്ണം വാട്ടറായിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്യും. സോ വെൻ വാട്ടർ ബ്രോട്ട് ടു ദ സർഫസ് പ്രഷർ വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ് ബോയിൽസ് ടു ഫ്ലാഷസ് ഓഫ് സ്റ്റീം ആൻഡ് ഹോട്ട് വാട്ടർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ ഡയഗ്രം ഒന്ന് നമുക്ക് നോക്കാം. അതായത് പ്രൊഡക്ഷൻ വെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഹോട്ട് വാട്ടർ മുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ
മുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ആ വാട്ടറും സ്റ്റീമുമായിട്ട് ഫ്ലാഷസ് ഓഫ് വാട്ടർ ആൻഡ് സ്റ്റീമായിട്ട് മാറി. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, വേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളവിടെ സ്റ്റീം ടർബൈൻ കിടക്കുക. പക്ഷെ അവിടെ എന്തുണ്ട്, വാട്ടറും ഉണ്ട്. സോ വി ആർ യൂസിങ് എ ഫ്ലാഷ് സെപ്പറേറ്റർ. ഈ ഫ്ലാഷ് സെപ്പറേറ്റർ എന്താ ചെയ്യുക, ദാറ്റ് വിൽ സെപ്പറേറ്റ് വേപ്പർ ആൻഡ് ലിക്വിഡ്. അതായത് സ്റ്റീമും വാട്ടറും അതെന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. സോ ഹിയർ ദ ഫ്ലാഷ് സെപ്പറേറ്റർ വി ആർ യൂസിങ് ടു സെപ്പറേറ്റ് സ്റ്റീം ആൻഡ് വാട്ടർ. അപ്പോൾ എന്തിനാണ് ഫ്ലാഷ് സെപ്പറേറ്റർ ഉപയോഗിക്കുക എന്ന് ചിലപ്പോൾ ഒരു 2 മാർക്കിന് നിങ്ങൾക്ക് ഓപ്പൻ്റെ കോഴ്സിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. സോ ദിസ് ഫ്ലാഷ് സെപ്പറേറ്റർ ഈസ് യൂസിങ് ഇൻ ഏതിലും ഉപയോഗിക്കുക, ഫ്ലാഷ് സെപ്പറേറ്റർ യൂസിങ് ഇൻ high temperature liquid dominator system. When this hot water is reaching from that higher pressure region to normal atmosphere pressure, what will happen, the hot water will that there will produce flashes of vapor or flashes of steam and water in order to separate the vapor or in order to separate the steam from the water. We are using this flash separator. പിന്നെ ബാക്കിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എന്താ സംഭവിക്കുക, ഈ വേപ്പർ നേരെ സ്റ്റീം ടർബൈനിലേക്ക് വിടും. അപ്പോൾ വേപ്പർ സ്റ്റീം ടർബൈൻ കറക്കും. അപ്പോൾ സ്റ്റീം ടർബൈൻ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, ബാക്കി സ്റ്റീം ടർബൈൻ കറക്കി കഴിഞ്ഞ് സ്റ്റീം ടർബൈൻ കറക്കുമ്പോൾ ഈ സ്റ്റീം ടർബൈൻ വിൽ ബി കണക്റ്റഡ് ടു ദ ജനറേറ്റർ. ദെൻ ജനറേറ്റർ വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. സ്റ്റീം ടർബൈനിൽ കറക്കി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റീം എന്ത് ചെയ്യണം, സ്റ്റീം വീണ്ടും തണുപ്പിച്ച് കണ്ടൻസ് ചെയ്ത് കൂളിംഗ് ടവറിൽ കൂടി വാട്ടറാക്കി തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വിടണം, റീ ഇഞ്ചക്ഷൻ ബില്ലിലേക്ക് തന്നെ വിടണം. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. അതായത് എന്താ, the exhaust steam is condensed by condenser and cooling tower and the water is re-injected to the reservoir. അപ്പോൾ ചില കേസിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഒരു ഫ്ലാഷ് സെപ്പറേറ്റർ അല്ല, 2 ഫ്ലാഷ് സെപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ചില സിസ്റ്റംസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുക ഡ്യുവൽ ഫ്ലാഷ് സിസ്റ്റം എന്ന് പറയുക. ഇതിൽ സംഭവിക്കുന്ന ഒന്നുമില്ല, എന്താണ്, ഒരു ഫ്ലാഷ് സെപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് സ്റ്റീമും വാട്ടറും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഉണ്ടാകുന്ന വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് വാട്ടറാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹോട്ട് വാട്ടറിൽ നിന്ന് ഒന്നും കൂടി സ്റ്റീമും വാട്ടറും കൂടി സെപ്പറേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഡ്യുവൽ ഫ്ലാഷ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനൻസ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനൻസ് സിസ്റ്റം എന്ന് വെച്ചാൽ ഹിയർ ദ പ്രഷർ ഓഫ് റിസർവോയർ ഈസ് മച്ച് ഹയർ, അതായത് അറൌണ്ട് 50 atmosphere, ആൻഡ് അറ്റ് ദിസ് പ്രഷർ ഈവൻ ദോ ദ ടെമ്പറേച്ചർ ഈസ് മോർ ദാൻ 20 degrees Celsius, then also the water will be in the liquid state, water will be in the liquid state, water will be in the liquid state. ഇതിലേക്ക് ഈ പറഞ്ഞ പോറസ് റോക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്ഷൻ ബെൽ ഉണ്ടാക്കുന്നു. when this hot water reaches the atmosphere, എന്താ സംഭവിക്കുക, the pressure will be reduced to atmospheric pressure. So on that time what will happen, when the water brought at the surface, the pressure will be reduced and it boils to flashes of steam and hot water. And we are using flash separator to separate steam from this hot water, and we are pumping this steam to the turbine. Then this turbine will rotate and this will be connected to the generator. Then we can create or we can generate the electricity. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കിയുള്ള റിമൈനിങ് എക്സോസ്റ്റ് സ്റ്റീം എന്ത് ചെയ്യും, ദിസ് റിമൈനിങ് എക്സോസ്റ്റ് സ്റ്റീം ക്യാൻ ബി കണ്ടൻസ്ഡ് ബൈ യൂസിങ് കണ്ടൻസർ ഓർ കൂളിംഗ് ടവർ ആൻഡ് ദാറ്റ് വിൽ ബി റീഇഞ്ചക്ട് ടു ദ റിസർവോയർ. ഇറ്റ് ഈസ് അബൌട്ട് ദ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റം. അപ്പോൾ ഈ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റത്തിൽ തന്നെ 2 തരത്തിലുള്ള ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരെണ്ണം ഹൈ ടെമ്പറേച്ചർ ആണ്, പിന്നെ ഒരെണ്ണം എന്താണ്, ലോ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ ടെമ്പറേച്ചർ ഈസ് സംവാട്ട് ലെസ്, ദാറ്റ് ഈസ് 90 to 170 degrees Celsius. അത്ര മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ടെമ്പറേച്ചർ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ, ഇത്ര ഹൈ ടെമ്പറേച്ചറിലാണെങ്കിലാണ് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് ആ ഹോട്ട് വാട്ടർ ഫ്ലാഷസ് ഓഫ് സ്റ്റീമും പിന്നെ കുറച്ച് വാട്ടറുമായിട്ട് മാറുന്നത്. പക്ഷേ ഹിയർ ദ ടെമ്പറേച്ചർ ഈസ് നോട്ട് ഇനഫ് ഫോർ എഫക്റ്റീവ് ഫ്ലാഷ് സ്റ്റീം പ്രൊഡക്ഷൻ. പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ സ്റ്റീമായിട്ട് മാറ്റാൻ മാത്രമുള്ള ടെമ്പറേച്ചർ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഹിയർ വി ആർ യൂസിങ് എ ബൈനറി ഫ്ലൂയിഡ്. ബൈനറി ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ വാട്ടറിനേക്കാളും കുറച്ച് കുറവ് എന്തുള്ള ബോയിലിംഗ് പോയിൻ്റുള്ള ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈനറി ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈനറി ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു. ബൈനറി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോയിലിംഗ് പോയിന്റ് 100 degrees Celsiusനേക്കാളും കുറവുള്ള ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഇവിടെ ബൈനറി ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുക. സാധാരണ കേസിലുള്ള ഐസോബ്യൂട്ടേനെ പോലെയുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിക് വോളറ്റൈൽ ലിക്വിഡ് ആയിരിക്കും നമ്മളിവിടെ എന്തായിട്ട് ഉപയോഗിക്കാറുള്ളത്, ബൈനറി ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഗുണം എന്നുള്ളത് എന്താ,
ഈ റോക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ജിയോ തെർമൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ കേസിൽ വാട്ടർ തന്നെ. ഈ വാട്ടർ വരുമ്പോൾ വാട്ടറിൽ അത്യാവശ്യം ചൂടുണ്ട്. പക്ഷെ അത്യാവശ്യം ചൂടുണ്ട് എന്നുണ്ടെങ്കിലും വാട്ടർ കംപ്ലീറ്റ് സ്റ്റീമായിട്ട് മാറില്ല. പക്ഷെ എന്താ, ഇവിടെ നമുക്കൊരു എന്തുണ്ട്, അതിനേക്കാളും കുറച്ച് ബോയിലിംഗ് പോയിന്റ് ഉള്ള എന്തോ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഈ ബൈനറി ഫ്ലൂയിഡാണ് നമ്മളിവിടെ സ്റ്റീം ടർബൈൻ കറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ജിയോ തെർമൽ ഫ്ലൂയിഡ്, അതായത് പോറസ് റോക്കിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്, അതായത് വാട്ടർ തന്നെ, ഈ വാട്ടർ നമ്മൾ മുകളിലേക്ക് എടുത്ത് പ്രൊഡക്ഷൻ വെല്ല് മുഖാന്തരം നമ്മളത് മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടി കടത്തിവിടും. ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ചെയ്യുന്നത് എന്താ, ഹീറ്റ് ഈ ചൂടുള്ള വെള്ളത്തിൽ നിന്ന് തൊട്ടടുത്ത ഫ്ലൂയിഡിലേക്ക് കടത്തിവിടും. അതിനാണ് നമ്മളിവിടെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുക. അപ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടി നമ്മൾ ഈ പറഞ്ഞ ഫ്ലൂയിഡ് കടന്നു പോകുമ്പോൾ, നമ്മുടെ ജിയോ തെർമൽ ഫ്ലൂയിഡ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ദ ഹീറ്റ് എനർജി ഈസ് ട്രാൻസ്ഫറിങ് ടു ദ ബൈനറി ഫ്ലൂയിഡ്. അപ്പോൾ ഈ ബൈനറി ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലുള്ള ഗുണം എന്താ, ബൈനറി ഫ്ലൂയിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, 100 ഡിഗ്രി സെൽഷ്യസിൽ കുറവാണ്. സാധാരണ 50 ഡിഗ്രി സെൽഷ്യസിനും 90 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ബോയിലിംഗ് പോയിന്റ് ഉള്ള ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മളിവിടെ ബൈനറി ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഇത്രയും ഹീറ്റ് എനർജി കിട്ടുമ്പോൾ ഈ ബൈനറി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഐസോബ്യൂട്ടേനെ പോലുള്ള ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്തായിക്കോളും, ഗ്യാസ് ആയിക്കോളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീം ടർബൈൻ കറക്കാം. എന്നിട്ട് സ്റ്റീം ടർബൈൻ കറക്കി കഴിഞ്ഞിട്ടോ, ഫ്രം ദാറ്റ് വാട്ട് വി ആർ ഗോയിങ് ടു യൂസ്, വി ആർ ആഫ്റ്റർ ദിസ് എക്സോസ്റ്റ് സ്റ്റീം അതങ്ങോട്ടേക്കായിരിക്കും കടത്തിവിടുക, ഒരു കണ്ടൻസറിലേക്ക് കടത്തിവിടും. ആ കണ്ടൻസറിലേക്ക് കടത്തിവിട്ടിട്ട് വീണ്ടും അത് മറ്റൊരു താഴെയുള്ളൊരു പെട്ടിയിലേക്ക് കടത്തിവിടും. ആ കട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ലിക്വിഡ് തന്നെയായിരിക്കും. ആ ലിക്വിഡ് വീണ്ടും ഇതുവഴി തന്നെ പോകും, ഈ പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടി പോകും. പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടി പോയിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റീം ടർബൈനിൽ പോയിട്ട് ടർബൈനിൽ നിന്ന് കറക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, അത് എക്സോസ്റ്റ് സ്റ്റീം കണ്ടൻസ് ചെയ്ത് ലിക്വിഡാക്കി താഴേക്ക് വിടുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇവിടെ ജിയോ തെർമൽ ഫ്ലൂയിഡ് എന്താ ചെയ്യുക, ജിയോ തെർമൽ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ബെല്ലിൽ നിന്ന് എടുത്തിട്ട് പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ഹീറ്റ്, sorry for that, and it is transferring heat energy from this primary fluid to primary fluid എന്ന് വെച്ചാൽ നമ്മുടെ ജിയോതെർമൽ ഫ്ലൂയിഡ് ടു ദിസ് ബൈനറി ഫ്ലൂയിഡ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ജിയോതെർമൽ ഫ്ലൂയിഡ് റീ ഇഞ്ചക്ഷൻ ബെല്ലിലൂടെ വീടിന് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ കടത്തിവിടുന്നു, ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ബെല്ലിലേക്ക് തന്നെ കടത്തിവിടുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ഞാനൊന്നും കൂടി കാണിക്കുന്നു. പ്രൊഡക്ഷൻ ബെല്ലിൽ നിന്ന് ജിയോതെർമൽ ഫ്ലൂയിഡ്, അതായത് നമ്മുടെ വാട്ടർ, ജിയോതെർമൽ ഫ്ലൂയിഡ് എവിടേക്ക് എത്തുന്നു, പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് എത്തുന്നു. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് ഹീറ്റ് എനർജി തൊട്ടടുത്ത ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഹീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത വെള്ളമായി, തണുത്ത വെള്ളം തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വരുന്നു, ആ പോറസ് റോക്കിലേക്ക് തന്നെ റീ ഇഞ്ചക്ഷൻ വെള്ളിലൂടെ വരുന്നു. അപ്പോൾ ഇവിടെ മറ്റേത് എന്താ ചെയ്യുക, ബൈനറി ഫ്ലൂയിഡ് എന്താ ചെയ്യുക, ബൈനറി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആദ്യം ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡ് എങ്ങോട്ടേക്ക് പോകുന്നു, പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പോകുന്നു. ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പോകുമ്പോൾ അതെന്താകുന്നു, അത് സ്റ്റീമാകുന്നു. അല്ലെങ്കിൽ അത് സ്റ്റീമല്ല, അത് ഗ്യാസ് ആവുന്നു. ആ ഗ്യാസ് വേഗം ആ സ്റ്റീം ടർബൈനിലേക്ക് പോകുന്നു. സ്റ്റീം ടർബൈൻ കറങ്ങുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ കണ്ടൻസറിലേക്ക് പോകുന്നു. കണ്ടൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അതെന്താവുന്നു, ലിക്വിഡ് ആവുന്നു. തിരിച്ച് ലിക്വിഡിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് അബൌട്ട് ദ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റം. ഒന്ന് വായിക്കുന്നു. ടെമ്പറേച്ചർ ഈസ് നോട്ട് ഇനഫ് ഫോർ എഫക്റ്റീവ് ഫ്ലാഷ് സ്റ്റീം പ്രൊഡക്ഷൻ. എ ബൈനറി ഫ്ലൂയിഡ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ദിസ്. Heat of geothermal fluid is used to vaporize the volatile organic liquid such as isobutane. The geothermal fluid is reinjected to that porous rock after extraction of heat, and the vaporized fluid will work as working fluid for the turbine. The exhaust vapor from the turbine is cooled in the heat exchanger and hence condensed by the condenser. The condensed liquid is returned to the primary heat exchanger. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റത്തിലും ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡ്രൈ സ്റ്റീം സിസ്റ്റത്തിലും ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡ്രൈ സ്റ്റീം സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, സ്റ്റീമാണ്. ആ സ്റ്റീമായിട്ട് ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്, പോറസ് റോക്കിൽ നിന്ന് എടുക്കുന്ന ചൂടുള്ള ജിയോതെർമൽ ഫ്ലൂയിഡ് തന്നെയാണ്. അല്ലെങ്കിൽ ജിയോതെർമൽ ഫ്ലൂയിഡിൻ്റെ സ്റ്റീമാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം തിരിച്ചു വന്ന വെറ്റ് സ്റ്റീം സിസ്റ്റത്തിലോ അവിടെ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചറാണ്, ഒന്ന് ലോ ടെമ്പറേച്ചറാണ്. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജിയോതെർമൽ ഫ്ലൂയിഡ് തന്നെയാണ്. പോറസ് റോക്കിൽ നിന്ന് എടുക്കുന്ന നല്ല ചൂടുള്ള ജിയോതെർമൽ ഫ്ലൂയിഡ് തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് സെപ്പറേറ്റിംഗ് ടു സ്റ്റീം ആൻഡ്
വാട്ടർ, എന്നിട്ട് ആ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറക്കുന്നത്, സ്റ്റീം ടർബൈൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റം എന്ന് പറയുക. ഇൻ ദ കേസ് ഓഫ് ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്, ഈ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റർ സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ വളരെ കുറവായതുകൊണ്ട് അത് മുകളിലെത്തി സ്റ്റീം ആകാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനേക്കാളും കുറച്ച് ബോയിലിംഗ് പോയിന്റ് ഉള്ള മറ്റേതെങ്കിലും ഒരു ഫ്ലൂയിഡിനെ, അതായത് ഐസോബ്യൂട്ടനെ പോലെയുള്ള ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ യൂസിങ് ഇറ്റ് ആസ് ദ വർക്കിംഗ് ഫ്ലൂയിഡ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ജിയോ തെർമൽ ഫ്ലൂയിഡ് ഹീറ്റ് എനർജി ആർക്ക് കൊടുക്കുന്നു, വർക്കിംഗ് ഫ്ലൂയിഡിന് കൊടുക്കുന്നു. പിന്നെ ആ വർക്കിംഗ് ഫ്ലൂയിഡ് സ്റ്റീം ആകുന്നു, വർക്കിംഗ് ഫ്ലൂയിഡ് വേപ്പർ ആകുന്നു, പിന്നെ അത് കറക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ഡോമിനേറ്റഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയുക. സോ ദിസ് അബൌട്ട് എന്തിനെ പറ്റി നമ്മൾ പഠിച്ച ലിക്വിഡ് ഡോമിനേറ്റഡ് റിസോഴ്സസിനെ പറ്റി ഇതാണ് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.